ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയായിരുന്നത് മറ്റൊന്നുമല്ല, നമ്മുടെ വിഴിഞ്ഞം തുറമുഖം വീണ്ടും വാർത്തകളിൽ നിറയുകയാണ്. പക്ഷേ ഇത്തവണ തുറമുഖം വാർത്തകളിൽ നിറയുന്നത് അതിന്റെ ഏതെങ്കിലും നേട്ടത്തിന്റെ പേരിലല്ല എന്നതാണ് പ്രത്യേകത. ആ തുറമുഖത്തിന്റെ ഓഹരി കൈമാറ്റ വിവാദമാണ് ഇപ്പോൾ വലിയ ചർച്ചാ വിഷയമായി നമ്മുടെ മുന്നിൽ നിൽക്കുന്നത്. അദാനി കമ്പനി അവരുടെ ഓഹരിയുടെ 49% MSC ഷിപ്പിംഗ് കമ്പനിക്ക് കൈമാറാൻ തീരുമാനിച്ചിരിക്കുന്നു. 49% എന്ന് പറയുമ്പോൾ പ്രേക്ഷകർ ഏകദേശം 13,000 കോടി രൂപയുടെ മതിപ്പ് ആ ഓഹരികൾക്കുണ്ടാകുമെന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം കൂടിയുണ്ട്. 2,497 കോടി രൂപയാണ് ഈ വിഴിഞ്ഞം തുറമുഖ നിർമ്മാണത്തിനായി അദാനി മുടക്കിയിരിക്കുന്നത്. അങ്ങനെ 2,497 കോടി രൂപ മുടക്കിയ അദാനി ഓഹരി കൈമാറ്റത്തിലൂടെ സ്വന്തമാക്കാൻ പോകുന്നത് 13,000 കോടിയുടെ വമ്പൻ നേട്ടം. സംസ്ഥാനത്തിന്റെ താല്പര്യങ്ങൾ ഹനിക്കപ്പെടുന്നുവോ എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഏതായാലും ഇപ്പോൾ സംസ്ഥാന സർക്കാരിന് കത്തയച്ചിരിക്കുകയാണ് അദാനി കമ്പനി എന്നതാണ് ഇതിൽ നമ്മൾ മനസ്സിലാക്കുന്ന പ്രധാനപ്പെട്ട വസ്തുതകളിലൊന്ന്. നോക്കാം എന്തൊക്കെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. കമലേഷ് എന്നോടൊപ്പം ചേരുന്നു തിരുവനന്തപുരത്ത് നിന്ന്. കമലേഷ്, ഗുഡ് മോർണിംഗ്. കമലേഷ്, ഇപ്പോൾ ഈ നമ്മുടെ വിഴിഞ്ഞം തുറമുഖം കേരളത്തിലെ ഏറ്റവും അഭിമാനകരമായ പദ്ധതിയാണ്, ഒരു സംശയവുമില്ല. പക്ഷേ ആ പദ്ധതി നമ്മുടെ സംസ്ഥാനത്തിന്റെ കൈകളിൽ നിന്ന് പോകുന്നുവോ എന്ന ഗൗരവതരമായ ആശങ്ക ഉയരുകയാണ്. അദാനി കമ്പനി അവരുടെ ഷെയറിന്റെ ഓഹരികളുടെ 49% MSCക്ക് വിൽക്കാൻ വേണ്ടി പോവുകയാണ്. അതിന്റെ അനുമതി തേടി ഇപ്പോൾ സംസ്ഥാന സർക്കാരിന് കത്തയച്ചിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അനുമതിയൊക്കെ സാങ്കേതികം മാത്രമായിരിക്കാം. കാരണം ഇന്ന് ഈ രാജ്യത്ത് അദാനി തീരുമാനിക്കുന്നത് എന്തോ അതാണല്ലോ നടക്കുന്നത്, അല്ലേ? മനു, ഗുഡ് മോർണിംഗ്. സ്വാഭാവികമായും ആ നിലയിൽ തന്നെ വേണം സംശയിക്കാൻ. എന്തായാലും വലിയ ഒരു പ്രയാസമായി അത് തിരുവനന്തപുരത്തെ അതുവഴി കേരളത്തിൻ്റെ വ്യാവസായിക ഒരു മേഖലയെ തന്നെ വളരെ ദോഷകരമായി ബാധിക്കാൻ പോകുന്നു എന്നുള്ളത് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇത് ആദ്യഘട്ടത്തിൽ, അതായത് ഇതിൻ്റെ പ്രാരംഭ ഘട്ടത്തിൽ ഈ അദാനി കമ്പനിയുമായി അന്നത്തെ യു ഡി എഫ് സർക്കാർ ചില കരാറുകൾ ഉണ്ടാക്കി എങ്കിൽ പോലും അത് സംസ്ഥാനത്തിന് വളരെയേറെ ദോഷം ചെയ്യുന്ന, സംസ്ഥാനത്തിൻ്റെ സമ്പത്ത് മുഴുവൻ അദാനിക്ക് ഊറ്റിക്കൊണ്ടുപോകാൻ കഴിയുന്ന നിലയിലേക്കുള്ള ഒരു കരാറായിരുന്നു. എന്നാൽ ആ കരാർ പൊളിച്ച് പിന്നീട് വന്ന LDF സർക്കാരാണ് സംസ്ഥാനത്തിന് ഗുണകരമാകുന്ന നിലയിലേക്ക് ഈ വിഴിഞ്ഞം തുറമുഖം യാഥാർത്ഥ്യമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കരാറിൽ ഏർപ്പെടുകയും സംസ്ഥാനത്തിന് അതിൻ്റെ ഗുണം ലഭിക്കുന്ന നിലയിലേക്ക് ആ കരാർ പൊളിച്ചെഴുതി അത് മാറ്റുന്ന ഒരു സാഹചര്യവും ഉണ്ടായിട്ടുള്ളത്. അതുവഴിയാണ് അത് കേരളത്തിനാകെ അല്ലെങ്കിൽ രാജ്യത്തിനാകെ അഭിമാനമാകുന്ന നിലയിലേക്ക് ഈ വിഴിഞ്ഞം സീപോർട്ട് ലിമിറ്റഡ് എന്ന നിലയിൽ അത് വളർന്നു വരുന്ന ഏറ്റവും വലിയ കപ്പലുകൾ, വലിയ മദർഷിപ്പുകൾ ഉൾപ്പെടെ നമുക്ക് നമ്മുടെ തീരത്തടുക്കാൻ കഴിയുന്ന നിലയിലേക്കുള്ള ഒരു വലിയ നിലയിലേക്ക് വിഴിഞ്ഞം തുറമുഖം മാറുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. എന്നാൽ നിലവിൽ ഇപ്പോൾ വീണ്ടും അത് കച്ചവടത്തിൻ്റെ മേഖലയിലേക്ക്, അല്ലെങ്കിൽ അദാനിക്ക് കൂടുതൽ ലാഭമുണ്ടാക്കുന്ന നിലയിലേക്ക്, അല്ലെങ്കിൽ അദാനിക്ക് അവിടെ എന്തും ചെയ്യാൻ കഴിയുന്ന നിലയിലേക്കുള്ള ഒരു ഇടപെടൽ അദാനിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു എന്ന് വേണം നിലവിൽ നമുക്ക് കരുതാൻ. അതിൻ്റെ ഭാഗമായിട്ടാണ് സംസ്ഥാന സർക്കാരിനെ പോലും അറിയിക്കാതെ ഇത്തരത്തിൽ ഈ മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനിയായിട്ടുള്ള MSCക്ക് ഇതിൻ്റെ ഭൂരിഭാഗം, അതായത് 49% ഓഹരികളും വിറ്റഴിക്കുന്ന നിലയിലേക്കുള്ള ഒരു നീക്കം അദാനി പോർട്സ് നടത്തുന്നത് എന്നതാണ് നിലവിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. അതിൻ്റെ വിവരങ്ങളൊന്നും തന്നെ സംസ്ഥാന സർക്കാരിനെ അറിയിച്ചിട്ടില്ല എന്നതാണ് നിലവിലെ ഒരു സാഹചര്യം. ഈ സംസ്ഥാന സർക്കാരിനെ അറിയിക്കാതെ ഈ കമ്പനിക്ക് ഈ നിലയിൽ മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. എന്നാൽ അതിൻ്റെ ഭാഗമായിട്ടായിരിക്കണം ഒരു പക്ഷേ ഒരു നടപടിക്രമങ്ങളുടെ ഭാഗമായി ഒരു അറിയിപ്പ് എന്ന നിലയിൽ ഒരു കത്ത് കഴിഞ്ഞ ദിവസം സംസ്ഥാന സർക്കാരിന് ലഭിക്കുകയാണ്. അതിൽ ഈ MSCയുമായി ഉണ്ടാക്കിയ കരാറുമായി ബന്ധപ്പെട്ട വിഷയങ്ങളെല്ലാം ഈ കത്തിൻ്റെ ഭാഗമായി അതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും ഈ ഓഹരി കൈമാറ്റം സംസ്ഥാന സർക്കാർ അറിഞ്ഞിട്ടില്ല എന്നാണ് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം മുഖ്യമന്ത്രി വ്യക്തമാക്കിയിട്ടുള്ളത്. മാധ്യമങ്ങളിലൂടെ ആണ് ഈ വാർത്ത അറിയുന്നത് എന്നതാണ് മുഖ്യമന്ത്രി ഒരു വിശദീകരണമായി ഇതിനകത്ത് പറഞ്ഞിട്ടുള്ളത്. ഏതായാലും ഈ VD സതീശൻ നടത്തിയ നേരത്തെ ഒരു മംഗലാപുരം യാത്രയുടെ കാര്യം നമ്മുടെ മുന്നിലുണ്ട്. ഈ മംഗലാപുരം യാത്ര എന്തിനായിരുന്നു, ഇത്തരം കാര്യങ്ങളെല്ലാം അതിൽ വന്നിട്ടുണ്ടോ എന്നതടക്കമുള്ള വിമർശനങ്ങളാണ് നിലവിൽ സമൂഹത്തിൽ ഉയരുന്നത് എന്നതാണ്. അതായത് കേരളത്തിൻ്റെ രാഷ്ട്രീയ മണ്ഡലത്തിൽ ഉയർന്നു വരുന്ന പ്രധാനപ്പെട്ട വിമർശനങ്ങളും ഒരു സംശയങ്ങളുമൊക്കെ ഈ മംഗലാപുരം യാത്രയ്ക്ക് ഈ അദാനിയുമായി ബന്ധമുള്ള അടുത്ത ആളുകളെല്ലാം തന്നെ ഈ കൂടിക്കാഴ്ചയിൽ പങ്കെടുത്തിട്ടുണ്ട്. ആ ഘട്ടത്തിൽ ഇതുമായി ബന്ധപ്പെട്ട ആലോചനകൾ ഉണ്ടായിട്ടുണ്ടോ എന്നതുൾപ്പെടെയുള്ള സംശയങ്ങളും വിമർശനങ്ങളുമാണ് നിലവിൽ ഉയർന്നു വരുന്നത്. സ്വാഭാവികമായും ഇതൊരു വലിയ രാഷ്ട്രീയ വിഷയമായി തന്നെ ഉയർന്നു വരാൻ പോവുകയാണ്. കഴിഞ്ഞ ദിവസമാണ് ഇത്തരത്തിലൊരു കത്ത് സാങ്കേതികമായി മാത്രം സംസ്ഥാന സർക്കാരിന് ലഭിച്ചിട്ടുള്ളത്. പക്ഷേ ഇതിൻ്റെ ഓഹരികളെല്ലാം ഇതിനോടകം തന്നെ വിറ്റ് കഴിഞ്ഞു എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഏതായാലും
വിഴിഞ്ഞം തുറമുഖത്തെ സംബന്ധിച്ച് വലിയ പ്രതീക്ഷയോടെ കേരളത്തിൻ്റെ വാണിജ്യ വ്യാവസായിക മേഖലയ്ക്ക് വലിയ ഒരു മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയുന്ന നിലയിലേക്ക് കേരളത്തിൻ്റെ അഭിമാന പദ്ധതിയായി ഉയർത്തിക്കാട്ടുന്ന വിഴിഞ്ഞം തുറമുഖ പദ്ധതി അത് കുത്തകകൾക്ക് ലാഭമുണ്ടാക്കാനുള്ള ഒരു മേഖലയായി മാറുകയാണോ എന്ന ന്യായമായുള്ള ഒരു സംശയം തന്നെയാണ് ഉയരുന്നത്. മനു, അല്ല, ഇവിടെ ഞാനിങ്ങനെ ആലോചിക്കുകയായിരുന്നു കമലേഷേ, ഈ പദ്ധതിയുടെ കണക്കുകൾ നമുക്കറിയാമല്ലേ? അതായത് ഇപ്പോൾ ഞാൻ എൻ്റെ കണക്കെന്ന് പറയുകയാണെങ്കിൽ 5370 കോടി രൂപ, അതായത് ഈ 61%, മുതൽ മുടക്കിൻ്റെ 61% നമ്മുടെ സംസ്ഥാനമാണ് മുടക്കിയത്. 5370 കോടി രൂപ. 9.6%, അതായത് 818 കോടി രൂപ വയബിലിറ്റി ഗ്യാപ്പ് ഫണ്ട് എന്ന നിലയിൽ കേന്ദ്ര സർക്കാർ വായ്പ നൽകുന്ന പണമാണ്. അത് ഇതുവരെ കിട്ടിയിട്ടില്ല എന്ന് വേറെ കാര്യം. അതോടൊപ്പം തന്നെയാണ് അദാനിയുടെ തുക. അദാനി മുടക്കുന്നത് 2497 കോടി, അതായത് ഈ പദ്ധതിയുടെ 28.9%. അത്രയും തുക മുടക്കിയിട്ട് അദാനി കൊയ്യുന്നത് 13,000 കോടി രൂപയാണ്. എത്ര വലിയ ഒരു കൊള്ളയാണ് നടക്കുന്നതെന്ന് നോക്കൂ. അതിന് സംസ്ഥാന സർക്കാർ അറിഞ്ഞിട്ടില്ല എന്നാണ് മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞിരിക്കുന്നത്. പക്ഷേ അത് എത്ര കണ്ട് വിശ്വാസയോഗ്യമാണ് എന്നതൊരു പ്രധാനപ്പെട്ട പ്രശ്നം തന്നെയാണ്. കാരണം ആക്ഷേപം ഉയരുന്നത് മുഖ്യമന്ത്രിയുടെ മംഗലാപുരം യാത്രയിൽ അദാനി ഗ്രൂപ്പിന്റെ വൈസ് പ്രസിഡന്റുമായി നടത്തിയ കൂടിക്കാഴ്ചയും ഒക്കെ ചേർന്നാണ് ഈ ആക്ഷേപങ്ങൾ വരാനുള്ള പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത്. ഇതിൻ്റെ ഒരു കൺസ്ട്രക്ഷൻ എഗ്രിമെന്റ് ഉണ്ടല്ലോ, ഈ തുറമുഖ നിർമ്മാണവുമായി ബന്ധപ്പെട്ട കൺസ്ട്രക്ഷൻ എഗ്രിമെന്റ്, അതിന്റെ ക്ലോസ് ഉണ്ട് 5 ക്ലോസ് 3. ആ ക്ലോസിൽ പറയുന്നത് ഈ ഓഹരി കൈമാറ്റം അത് 25% കൂടുതലായാൽ സ്വാഭാവികമായും അത് ഉടമസ്ഥാവകാശത്തിൽ നിന്നുള്ള മാറ്റമാകും. അത് സംസ്ഥാന സർക്കാരിന്റെ അനുമതിയോടുകൂടി മാത്രമേ ചെയ്യാൻ കഴിയുകയുള്ളത് എന്നതാണ്. ഒപ്പം തന്നെ ദേശീയ താല്പര്യം കൂടി ഇതിൽ സംരക്ഷിക്കേണ്ടതുണ്ട്. അപ്പോൾ കേന്ദ്ര സർക്കാരിന്റെ അടക്കം അനുമതി വേണ്ടിവരും. കേന്ദ്രത്തിന്റെ അനുമതി സ്വാഭാവികമായും കിട്ടും, കാരണം അത് അദാനിയാണല്ലോ. ഇവിടെ കേരളത്തിന്റെ മുഖ്യമന്ത്രി ഈ വിവരം നേരത്തെ അറിഞ്ഞിട്ടുണ്ടോ എന്നതാണ് ചോദ്യം. മനു, തീർച്ചയായും അതുതന്നെയാണ് ഏറ്റവും പ്രധാനമായും ഉയർന്നു വരുന്ന ഒരു ചോദ്യം. എങ്ങനെയാണ് ഇത്തരത്തിൽ സംസ്ഥാന സർക്കാരിനെയോ കേന്ദ്ര സർക്കാരിനെയോ അറിയിക്കാതെ അദാനിക്ക് വളരെ വേഗത്തിൽ ഇത്ര ധൈര്യത്തോടെ ഈ ഓഹരികളെല്ലാം വിറ്റഴിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടായത് എങ്ങനെയാണ് എന്നുള്ളത് ന്യായമായും ഒരു ചോദ്യമായി തന്നെ ഉയരും. ആര് നൽകിയ ഉറപ്പിൻ്റെ ഫലത്തിലാണ് ഇത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് അദാനി പോയിട്ടുള്ളത് എന്നതാണ്. അതായത് സംസ്ഥാന സർക്കാരിനെയും കേന്ദ്ര സർക്കാരിനെയും അറിയിക്കാതെ, ഇതിപ്പോൾ ഈ ഓഹരി വാങ്ങിയ കമ്പനി ഒരു മെഡിറ്ററേനിയൻ കമ്പനിയാണ് എന്ന കാര്യത്തിൽ ആർക്കും സംശയമില്ല. MSC പുറത്തു നിന്നുള്ള ഒരു കമ്പനിയാണ്. സ്വാഭാവികമായും അത്തരമൊരു കമ്പനിക്ക് സംസ്ഥാനത്തിനകത്ത് അല്ലെങ്കിൽ രാജ്യത്തിനകത്തുള്ള ഒരു പോർട്ടിൻ്റെ ഓഹരികൾ നൽകുന്നതുമായി ബന്ധപ്പെട്ട് കേന്ദ്രത്തിൻ്റെ ഉൾപ്പെടെ അനുമതി വേണ്ടിവരുമെന്ന് തന്നെയാണ് ഞാനും കരുതുന്നത്. അത്തരത്തിൽ എന്തെങ്കിലും അനുമതി തേടിയിട്ടുണ്ടോ? സംസ്ഥാന സർക്കാരിനെ ഇത് അറിയിക്കാതെ ചെയ്യാനുള്ള ധൈര്യം ആരാണ് നൽകിയിട്ടുള്ളത്? ആരുടെ ധൈര്യത്തിലാണ് ഈ ഇത്തരമൊരു തീരുമാനത്തിലേക്ക് അദാനി പോയിട്ടുള്ളത് എന്നതുൾപ്പെടെയുള്ള ചോദ്യങ്ങൾ വളരെ പ്രസക്തമായ ചോദ്യങ്ങൾ തന്നെയാണ്. ഏതായാലും അത് സംബന്ധിച്ച വിവരങ്ങൾ പിന്നീട് പുറത്തു വരുമായിരിക്കുമെന്ന് തന്നെയാണ് കരുതുന്നത്. നിലവിലിപ്പോൾ സാങ്കേതികമായി ഇത്തരം വിമർശനം ഉയർന്നു വന്നതിൻ്റെ പശ്ചാത്തലത്തിൽ സാങ്കേതികമായി മാത്രം ഒരു കത്ത് സംസ്ഥാന സർക്കാരിന് നൽകിയിട്ടുണ്ട്. ഇതിലേറ്റവും വലിയ ഒരു ആപത്ത് വിഴിഞ്ഞം തുറമുഖം നേരിടാൻ പോകുന്നത് എന്നത് ഈ MSC എന്ന് പറയുന്നത് ഒരു ലോജിസ്റ്റിക് കമ്പനിയാണ്. അതായത് ഈ തുറമുഖത്ത് നിന്നും ഈ സാധനങ്ങൾ ചരക്ക് കൈമാറ്റം ചെയ്യുന്ന ഒരു കമ്പനിയാണ്. സ്വാഭാവികമായും ഭൂരിഭാഗം ഓഹരികളും ഒരു കമ്പനി അത്തരമൊരു ചരക്ക് മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരു കമ്പനി ഏറ്റെടുക്കുന്നതോടുകൂടി മറ്റ് കപ്പലുകൾ, അതായത് മറ്റ് ചരക്ക് കമ്പനികൾ, ചരക്ക് കൈമാറ്റ കമ്പനികൾ ഈ വിഴിഞ്ഞത്തേക്ക് എത്തുന്നത് കുറയും എന്നുള്ളതാണ് ആളുകൾ പൊതുവെ ഇതിനകത്തുള്ള വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത്. അതായത് ഒരേ വളരെ ശക്തമായൊരു മത്സരം നടക്കുന്ന ഒരു മേഖലയാണ് ഈ ചരക്ക് കൈമാറ്റ മേഖല എന്ന് പറയുന്നത്. അതിനകത്ത് ഒരു കമ്പനി ഒരു പോർട്ടിൻ്റെ ഭൂരിഭാഗം ചുമതലയിലേക്ക് വരുമ്പോൾ, ഭൂരിഭാഗം ഉടമസ്ഥതയിലേക്ക് ഉൾപ്പെടെ വരുന്ന ഘട്ടത്തിൽ മറ്റ് കമ്പനികൾ അങ്ങോട്ട് പോകാനുള്ള ഒരു മടി സ്വാഭാവികമായും കാണിക്കും എന്നുള്ളതാണ്. അങ്ങനെ വരുമ്പോൾ MSCക്ക് മാത്രമായി ഒരു കുത്തക എന്നുള്ള നിലയിലേക്ക് അത് വിഴിഞ്ഞം തുറമുഖം മാറുകയും ചെയ്യും. അത് സംസ്ഥാനത്തിന് ഗുണകരമാവുകയില്ല എന്ന ഒരു വിശകലനമാണ് പൊതുവെ ഈ മേഖലയിലെ വിദഗ്ധർ മുന്നോട്ട് വെക്കുന്നത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വലിയ പ്രതീക്ഷയോടെ കാണുന്ന ഒരു തുറമുഖത്തെ ഏതെങ്കിലും ഒരു കുത്തക കമ്പനിക്ക് മാത്രമായി അവരുടെ അധീനതയിൽ നിൽക്കുന്ന നിലയിലേക്ക് അത് മാറിപ്പോകുമോ എന്ന സംശയവും ആശങ്കയുമാണ് നിലവിൽ കേരള സമൂഹം മുന്നോട്ട് വെക്കുന്നത് എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. ഏതായാലും ഈ വിഷയങ്ങളിലെല്ലാം എങ്ങനെയാണ് ഈ ഒരു ഓഹരി കൈമാറ്റം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് അദാനി പോയിട്ടുള്ളത്, ആരുടെയൊക്കെ പിന്തുണ ലഭിച്ചിട്ടുണ്ട്, ആരുടെയൊക്കെ ഒത്താശയുണ്ട്, ആരുടെ ധൈര്യത്തിലാണ് ഇത്തരത്തിൽ ഏകപക്ഷീയമായ ഒരു തീരുമാനമെടുത്ത് അദാനിക്ക് മുന്നോട്ട് പോകാൻ സാധിച്ചിട്ടുള്ളത് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളിൽ വരും ദിവസങ്ങളിൽ ഒരു വ്യക്തത വരേണ്ടതുണ്ട്. മനു,
തീർച്ചയായും അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ആരുടെ ധൈര്യത്തിലാണ് അദാനി ഈ തീരുമാനമെടുത്ത് മുന്നോട്ട് പോയത് എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യമാണ്. ആ ധൈര്യത്തിന് പുറകിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രി ഉണ്ടോ എന്നതും ഒരു പ്രധാനപ്പെട്ട വിഷയം തന്നെയാണ്. ആ ധൈര്യത്തിന്, ആ ഇടപെടലിന് വേണ്ടിയാണോ കേരളത്തിന്റെ മുഖ്യമന്ത്രി ആകുന്നതിന് മുൻപ് വി ഡി സതീശൻ അദാനി ഗ്രൂപ്പിന്റെ വൈസ് പ്രസിഡന്റിനെ മംഗലാപുരത്ത് വെച്ച് കണ്ടതും എന്നതും ചോദ്യം തന്നെയാണ്. ഓക്കെ കമലേഷ്, അത് അങ്ങനെ നിൽക്കട്ടെ. ഒരു കാര്യം കൂടിയുണ്ട്. ഇപ്പോൾ ഇന്ന് കാണുന്ന രീതിയിൽ ഈ വിഴിഞ്ഞം തുറമുഖത്തെ വളർത്തിയതാരാണ്? ഒരു സംശയം വേണ്ട, അത് ഒന്നും രണ്ടും പിണറായി വിജയൻ സർക്കാർ തന്നെയാണ്. ഈ നിലവാരത്തിലേക്ക് ഈ തുറമുഖത്തെ കൊണ്ടുവന്നത് ആ സർക്കാരിന്റെ ഇച്ഛാശക്തി തന്നെയാണ്, അതിലൊരു സംശയം വേണ്ട. അപ്പോൾ ആ സർക്കാരിന്റെ ഭാഗമായി നിന്നവർ ഇന്ന് പ്രതിപക്ഷത്താണ്. സ്വാഭാവികമായും ഇങ്ങനൊരു ഓഹരി കൈമാറ്റം നടക്കുന്നു എന്നറിയുമ്പോൾ അവർ ഈ വിഷയത്തെ എങ്ങനെയാണ് സമീപിക്കുന്നത്, എങ്ങനെയാണ് ഇതിനെ പ്രതിരോധിക്കാൻ പോകുന്നത്, അതുകൂടി അറിയണമല്ലോ. മനു, തീർച്ചയായും വലിയ വിമർശനത്തിലേക്ക് തന്നെ കാര്യങ്ങൾ പോകുന്നുണ്ട് എന്നുള്ളതാണ്. എന്തായാലും എന്താണ് സംഭവിച്ചത് എന്നത് വളരെ കൃത്യമായി മനസ്സിലാക്കാനുള്ള ഒരു സമയമാണ് ഇപ്പോൾ എടുക്കുന്നത് എന്നുള്ളതാണ്. ആർക്കും ഇതിനകത്ത് ഒരു കമ്പനികൾ തമ്മിലുള്ള കൈമാറ്റവും ഇടപാടുമായതുകൊണ്ട് തന്നെ എന്താണ് ഇതിനകത്ത് സംഭവിച്ചിട്ടുള്ളത് എന്നുള്ളത് പൊതുമണ്ഡലത്തിലേക്ക് പൂർണ്ണമായും വന്നിട്ടില്ല. അങ്ങനെ അറിയുന്നുണ്ടെങ്കിൽ അത് സംസ്ഥാന സർക്കാരിനാണ് അറിയാൻ കഴിയുക. എന്താണ് ഈ കത്ത് ഉൾപ്പെടെ, കത്തിനകത്ത് എന്താണ് വിശദമായി പറഞ്ഞിട്ടുള്ളത് ഓഹരി കൈമാറ്റവുമായി ബന്ധപ്പെട്ട് എന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഒരു വ്യക്തത വരേണ്ടതുണ്ട്. സ്വാഭാവികമായും ഇത്തരമൊരു പ്രതിസന്ധി ഇതിനകത്ത് ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന ഒരു വിമർശനമായി ഇത് മുന്നോട്ട് കൊണ്ടുവന്നിട്ടുള്ളത്. ശരി, ഏതായാലും അത് വളരെ പ്രധാനപ്പെട്ട ചോദ്യമായി നിൽക്കുകയാണ്. ഇപ്പോൾ പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്ന് ശക്തമായ വിമർശനങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ഉയർന്നു കഴിഞ്ഞിരിക്കുന്നു. അതിൽ തന്നെ വി ഡി സതീശൻ കേരളത്തോട് വ്യക്തമാക്കേണ്ട ഒരു കാര്യം, അദാനി കമ്പനി അധികൃതരുമായി അനൗപചാരികമായിട്ടെങ്കിലും ഈ പറയുന്ന ഓഹരി കൈമാറ്റത്തെക്കുറിച്ച് ഏതെങ്കിലും ഘട്ടത്തിൽ ചർച്ച ചെയ്തിട്ടുണ്ടോ എന്നതാണ്. തെരഞ്ഞെടുപ്പ് വിജയത്തെ തുടർന്ന് മംഗലാപുരത്ത് അദാനി കമ്പനി പ്രതിനിധികളെ കാണുന്നതിന് ചാർട്ടേഡ് വിമാനത്തിൽ ദുരൂഹ സന്ദർശനം നടത്തിയത് എന്തിനു വേണ്ടിയാണ്? ആ ചോദ്യത്തിന് ഇതുവരെ ഉത്തരം നൽകാൻ കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് കഴിഞ്ഞിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം, കഴിഞ്ഞിട്ടില്ല എന്നതാണ് വസ്തുതയും. അത് നമ്മുടെ മുന്നിൽ നിൽക്കുകയാണ്. അതിനുശേഷമാണല്ലോ തുടർച്ചയായി ഈ സംഭവങ്ങൾ നമ്മുടെ നാട്ടിൽ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഈ പറയുന്ന വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി കുറയ്ക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു ഒരു ബക്കാടി എന്ന് പറയുന്ന കമ്പനിക്ക് വേണ്ടിയിട്ട്. അതിന് തുടർച്ചയിൽ ഇതാ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു സംഭവം കൂടി വരികയാണ്. നമ്മുടെ അഭിമാനമായ വിഴിഞ്ഞം തുറമുഖത്തിന്റെ 49% ഓഹരികൾ അദാനി കമ്പനി MSC കമ്പനിക്ക് വിൽക്കാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുകയാണ്. അങ്ങനെ വിൽക്കാൻ കഴിയില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സംസ്ഥാന സർക്കാരിന്റെ അനുവാദം കൂടാതെ ഇത് വിൽക്കാനോ കൈമാറ്റം ചെയ്യാനോ ഇങ്ങനെയൊരു പ്രഖ്യാപനം നടത്താനോ കഴിയുകയില്ല. അപ്പോൾ എന്തു ധൈര്യത്തിലാണ് അങ്ങനെ നിയമത്തിൽ ഒരു വ്യവസ്ഥയുണ്ടെന്നിരിക്കെ അദാനി ഗ്രൂപ്പ് ഇങ്ങനെയൊരു പ്രഖ്യാപനം നടത്തിയത്? മറുപടി പറയണം കേരളത്തിന്റെ മുഖ്യമന്ത്രി, വിശദീകരിക്കേണ്ടി വരും കേരളത്തിന്റെ മുഖ്യമന്ത്രി പൊതുസമൂഹത്തോട്. ഏതായാലും നമുക്ക് കാത്തിരിക്കാം ഇതിന്റെ തുടർച്ചയിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്ന്.